പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഡോക്ടർ ആശാരാജ്, ആയുർവേദ ഗൈനക്കോളജി കൺസൾട്ടൻറ്റ്, ആര്യ ആയുർവേദ ഹോസ്പിറ്റൽ, ചവറ, കൊല്ലം. സ്ത്രീകളുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വെച്ചിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനുള്ള 5 മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ പീരീഡ്സ് റെഗുലർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. 28 ദിവസം കൂടുമ്പോൾ പീരീഡ് ആകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും അവർക്ക് ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. രണ്ടാമതായി, ഓവുലേഷൻ ഡേറ്റ് അടുക്കുമ്പോൾ നമ്മുടെ വജൈനിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജ് ഒരു മുട്ടയുടെ വെള്ളയുടെ കൺസിസ്റ്റൻസി ഉള്ള ഡിസ്ചാർജ് ആയിരിക്കും. മൂന്നാമതായിട്ട്, ഓവുലേഷൻ പ്രഡിക്റ്റർ കിറ്റ് അഥവാ LH കിറ്റ്. ഇത് ഓൺലൈനായിട്ടും അല്ലാതെ ഫാർമസികളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന യൂറിൻ്റെ ടെസ്റ്റാണ്. ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ച് ഏകദേശം ഒരു 14 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ ഓവുലേഷൻ നടക്കുന്നതാണ്. നാലാമതായി, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കിയിട്ട് ഓവുലേഷന് ശേഷം ഏകദേശം ഒരു 0.51 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായി കാണാറുണ്ട്. അഞ്ചാമതായി, ചില സ്ത്രീകളിൽ ഓവുലേഷൻ ടൈമിൽ അടിവയറ്റിൻ്റെ ഒരു വശത്തായിട്ട് പീരീഡ്സിൽ ഉണ്ടാകുന്ന പോലുള്ള ചെറിയ വേദന ഉണ്ടാവാറുണ്ട്. ബ്രസ്റ്റിലും ചെറിയ പെയിൻ ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഓവുലേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസി ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.